അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ, ഈ ഏറ്റവും അനുകൂലമായ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ബിസിനസ് സ്കെയിലപ്പ് സീക്രട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് അറിയാം, ഓയോ റൂംസ് അറിയാം. ഇതൊക്കെ തുടങ്ങിയിട്ട് അത് ഒരുപാട് കാലമായിട്ടില്ല. ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായിട്ടുള്ളൂ. $multi-billion ബിസിനസ് ഉണ്ടാക്കിയത് വെറും 15 വർഷം കൊണ്ട്. അതായത് വർഷങ്ങളായിട്ട് ടാറ്റയും മഹീന്ദ്രയും ഒക്കെ 100-150 വർഷങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തതിനേക്കാളും വലിയ ഗ്രോത്ത്, 2 ലക്ഷം 3 ലക്ഷം കോടി വാല്യുവേഷൻ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഗ്രോത്ത് ഈ കമ്പനികൾ ഉണ്ടാക്കിയ കാലയളവ് എന്ന് പറയുന്നത് വെറും 10-15 വർഷം. ഓയോ റൂംസ് തുടങ്ങിയിട്ട് 8-10 വർഷമായിട്ടുള്ളൂ. ഇന്നത് 1 ലക്ഷം കോടിയുടെ മേളിലാണ് ആ കമ്പനിയുടെ വാല്യുവേഷൻ പറയുന്നത്. ഓലയാണെങ്കിലും ശരി, പേടിഎം ആണെങ്കിലും ശരി, സൊമാറ്റോ ആണെങ്കിലും ശരി, ആപ്പിൾ ആണെങ്കിലും ശരി, ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, സൂം ആണെങ്കിലും ശരി, നമ്മുടെ നാട്ടിലെ ഫ്രഷ് ടു ഹോം ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ചെറുതും വലുതുമായി നമ്മൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ലോക്കലും ഇൻ്റർനാഷണലുമായിട്ടുള്ള 100 കണക്കിന് ബ്രാൻഡുകളാണെങ്കിൽ ശരി, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർന്ന ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. വളരെ മികച്ച രീതിയിൽ വളർച്ച നേടാൻ പറ്റിയൊരു കാലം ഉണ്ടല്ലേ. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ ഗ്രോത്ത് അല്ല. നമ്മൾ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കെയിലബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ ഗ്രോത്ത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാമെന്നുള്ളതാണ്. 2 ടൈപ്പ് ഗ്രോത്ത് ഉള്ളത്. ഒന്നാമത്തെ ഗ്രോത്താണ് ലീനിയർ ഗ്രോത്ത്. ലീനിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം 5 കോടി ചെയ്തു, ഈ വർഷം 10 കോടി ചെയ്യുന്നു, 15 കോടി ചെയ്യുന്നു, 20 കോടി ചെയ്യുന്നു, 25 കോടി ചെയ്യുന്നു, 30 കോടി ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് സ്ലോ ആണ് ഗ്രോത്ത്, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത്, കണ്ടിന്യൂസ് ആയിട്ടും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ബിസിനസ്സിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ലീനിയർ ഗ്രോത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അബ്സല്യൂട്ട് ആയി പോകും. നമ്മുടെ ബിസിനസ് മാർക്കറ്റിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം സ്ലോ ഗ്രോത്തും കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ മാർക്കറ്റ് കാലഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ വർഷം 5 കോടി ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം 10 കോടി ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം 4 കോമ്പറ്റീറ്റർ മാർക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് 40 കോമ്പറ്റീറ്റർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഗ്രോത്തും വെച്ചുകൊണ്ട്, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ടെക്നോളജിയും വെച്ചുകൊണ്ട് സ്ലോ ആയിട്ട് ഗ്രോ ചെയ്ത് കളയാം. കഴിഞ്ഞ പ്രാവശ്യം 10 ഈ വർഷം നമുക്കൊരു 15 പിടിച്ച് കളയാം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ബിസിനസ് ഈസ് ഗെറ്റിംഗ് വെരി വെരി വേസ്റ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് എവറി ഡേ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ വർഷം 4 കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ വർഷം 40 ഉണ്ടാവും. സോ ആ 5 കോടിയിൽ നിന്ന് 5 കോടി പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വെറും 4 കോടിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നോർമൽ ഗ്രോത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദർ ഇസ് എ ട്രാപ്പ്. ചില കമ്പനികൾ, ചില ബിസിനസ്സിന് അത് പോസിബിൾ ആണെങ്കിൽ പോലും കൂടുതൽ ബിസിനസ്സുകൾക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഗ്രോത്ത് വരാൻ പറ്റുന്നില്ല. ഇന്നലെയും ഒരു ഓൺടർപ്രണറുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ദുബായ് ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളി പറഞ്ഞത്, 4 വർഷം മുമ്പ് വരെ ഞാൻ വലിയ ബിസിനസ് ചെയ്തിരുന്നു, ഓരോ വർഷം കഴിഞ്ഞാലും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. വൈ? കോമ്പറ്റീറ്റേഴ്സ് ആർ ഹിറ്റിംഗ് ദ മാർക്കറ്റ്. നമ്മൾ 100 രൂപയ്ക്ക് 100 ദിർഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനം 70-നും 60-നും വരെ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ കോമ്പറ്റീറ്റേഴ്സ് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം. നമ്മളാണെങ്കിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സ്റ്റാഫ് ഉണ്ട്, റെന്റ് ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ധാരാളം ഉണ്ട്. ഈ പറഞ്ഞ പ്രൈസിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വളരെ ക്രിട്ടിക്കലായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാർക്കറ്റിലേക്ക് കോമ്പറ്റീറ്റർ വന്നിട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി വിലക്ക് പോലും കൊടുക്കാൻ തയ്യാറാവുന്നു. ദിസ് ഇസ് വെരി ക്രിട്ടിക്കൽ. ബിസിനസ് വളരെ ഗ്രോ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രിട്ടിക്കലാണ്. പുള്ളി ചാണക്യ എന്ന് പറയുന്ന നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചാണക്യ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നു. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ഡിസ്കഷൻ പാർട്ടിൽ പുള്ളിയുടെ ബിസിനസ് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ പുള്ളിയുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തത്. സോ പുള്ളി പറഞ്ഞ റിയാലിറ്റിയാണ്. നമ്മൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തരും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഹെവി ആയിട്ടുള്ള മാർജിൻ ലോസ്. മാർജിൻ കട്ട് ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാഷ് ഫ്ലോ വലിയ രീതിയിൽ ക്രൈസിസ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരിടുന്ന പ്രശ്നം ഇതാണ്. ഒന്ന്, മാർജിൻ ഇല്ല. ബിസിനസ് നടക്കുന്നുണ്ട്, വലിയ രീതിയിൽ പല സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട്, പക്ഷേ ലാഭം കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, കുറേ ബിസിനസ് നടക്കുന്നുണ്ട്, ലാഭമൊക്കെ ഉണ്ട് 40%. ചില ആളുകൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നതാണ് 40% ലാഭമുണ്ട്, 50% ലാഭമുണ്ട്. എവിടെയാണ്? ബുക്കിലാണുള്ളത്. ഫണ്ട് കിട്ടിയിട്ടുണ്ട്? ഇല്ല. ആ ഫണ്ടും ലാഭം മുഴുവൻ കിടക്കുന്ന മാർക്കറ്റിലാണ്. 5 കോടി അവിടെയുണ്ട്, 25 കോടി മാർക്കറ്റിലുണ്ട്. കിട്ടൂല്ലെന്ന് അറിയില്ല. അതിനകത്ത് 2-3 കോടി ബാഡ് ഡെപ്റ്റാ. എത്ര തല കുത്തി പറഞ്ഞാലും കിട്ടില്ല. ഈ 40% പോയത് അവന്മാർ കൊണ്ടുപോയി, അത് കിട്ടൂല. ദിസ് ഇസ് അനദർ ക്രിട്ടിക്കൽ സിനാരിയോ. മാർക്കറ്റിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ധാരാളം ഇഷ്യൂസ് നിരന്തരമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചേഞ്ച് കഴിഞ്ഞ വർഷം നമ്മൾ ടെക്നോളജി കൊണ്ടുവന്നു, ഈ വർഷം നോക്കുമ്പോൾ ആ ടെക്നോളജി ആപ്റ്റല്ല, പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജിയാണ്. വി കനോട്ട് ഗ്രോ അവർ ബിസിനസ് ഇൻ എ ലീനിയർ മോഡ്. യു ഹാവ് ടു ചൂസ് ദ അനദർ ഗ്രോത്ത് മോഡ് കോൾഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്.
എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഗ്രോത്ത്. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഗ്രോത്ത്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഗ്രോ ചെയ്യുക, ആ കമ്പനിയുടെ സ്റ്റേക്ക് വലിയ രീതിയിൽ വിൽക്കുക, മാക്സിമം ഫണ്ട് ഉണ്ടാക്കുക, അടുത്ത ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. കാരണം മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. 6 വർഷം, 8 വർഷം, 10 വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ 30 വർഷം, 40 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പല പലചരക്ക് കടകൾ, ഹോട്ടലുകളൊക്കെ അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് 20-30 വർഷമൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ മക്കളുടെ തലമുറയിലേക്ക് എത്തിയപ്പോഴേക്കും ധാരാളം വേറെ കോമ്പറ്റീറ്റർ വരുന്നു. ആ ബിസിനസ്സുകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പോയി. കാരണം ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 30-40 വർഷമൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ചെറുകിട ബിസിനസ്. ഇന്ന് അത്രയൊന്നും കാലമില്ല. 5-6 വർഷം ആകുമ്പോഴേക്കും ആ ടെക്നോളജി ഇല്ലാണ്ടാവും, ആ ബിസിനസ്സേ റെലവൻ്റ് അല്ലാതാവും. അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റ് പ്രോഡക്റ്റുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ള സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് വേഗം നമ്മൾ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണം. പറ്റുന്ന രീതിയിൽ എങ്ങനെ? ഈസിയാണ്. ഇന്ന് സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്.